തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ചെയർമാൻ PKC സുലൈമാനെതിരെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി പരാതിക്കാർ രംഗത്ത്. ബിസിനസിനു വേണ്ടി 48ഓളം പേരിൽ നിന്നായി 14.5 കോടിയോളം രൂപ വാങ്ങിച്ചു വഞ്ചിച്ചു എന്നാണ് ആരോപണം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സർഗോൺ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിൽ തൃക്കരിപ്പൂർ ITയിൽ സർഗോൺ കൺവെൻഷൻ സെന്റർ പണിയുന്നതിനായാണ് PKC സുലൈമാൻ 48 പേരിൽ നിന്നായി പണവും സാധനങ്ങളും വാങ്ങിയത്. 2015 ആരംഭിച്ച കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിലച്ചു. 10,000 മുതൽ കോടികൾ വരെ ഇതിനായി പലരിൽ നിന്നും സാമ്പത്തിക സമാഹരണം നടത്തിയിരുന്നു. സംരംഭം കടക്കടിയിലായതോടെ കൺവെൻഷൻ സെന്റർ വിൽപ്പന നടത്തി മുഴുവൻ പേർക്കും പണം നൽകാമെന്നും ധാരണയാക്കിയതാണ്. PKC സുലൈമാൻ ഈ കരാറും പാലിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടവർ പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറായത്. പണം തിരിച്ചു ചോദിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ തന്നെ വിറ്റിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾ കടമെല്ലാം വീട്ടാന്ന് പറഞ്ഞു. ആ ഒരു വർഷവും കഴിഞ്ഞിട്ട് നമ്മളിത് ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ മകളൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തത്. നമ്മളെ കള്ള കേസ് കുടുക്കി. നമ്മളിപ്പോൾ കേസിലും പെട്ടിട്ടുള്ളൂ. അവൾ പറഞ്ഞ് എന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നു പെണ്ണ് കേസ് കൊടുത്തിട്ട് നമ്മളെല്ലാം ഇപ്പം വേറെ ഇതൊക്കെ വന്നു, സെമൻസൊക്കെ വന്നു. ഇതൊന്നും അയാളുടെ പൈസയല്ല, ഇതെല്ലാം ആൾക്കാരുടെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അയാൾക്ക് ഇത് നശിച്ചാൽ ഒരു പക്ഷേ അയാൾക്ക് സ്വന്തം സ്ഥലം അയാൾക്ക് വായിക്ക് കിട്ടും. അപ്പോൾ ഇത് കേസിന് കേസും കാര്യങ്ങൾക്ക് പോയാൽ ആൾക്കറിയാം ഇതെല്ലാം എന്താ പറയണ്ടത്, നമുക്ക് സാധാരണക്കാരായ ആൾക്കാരാണ്. ഇത് നല്ലൊരു സംരംഭം വരട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഏറ്റവും അവസാനം നോട്ടറി വെച്ചിട്ട് നമുക്ക് അയാൾ എഗ്രിമെൻ്റ് തന്നു. ഇത്ര കോടി ഇതിന് വിറ്റിട്ട് നിങ്ങളെ ക്യാഷും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും അയാൾ ഇന്ന് പിന്മാറുകയാണ്. 90 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിക്കൽ പീഡന കേസ്, അല്ലെങ്കിൽ വയസ്സായ പെണ്ണുങ്ങളെ കയറി പിടിച്ചു, എന്നിട്ട് 2-3 കേസുണ്ട് എൻ്റെ പേരിൽ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വന്നെങ്കിൽ ഓരോ കേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്ന. ഇപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് തന്നിട്ട് 1 കൊല്ലമായി. ഈ 1 കൊല്ലമായിട്ട് ഓരോ റെസ്പോൺസ് വിളിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നാളെ ഇങ്ങനെ നമുക്ക് ചെയ്തുതരാം എന്ന് പറയുന്നല്ലാണ്ട് ഒരു കാര്യം. സ്ഥാപനത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർക്കും 20 ലക്ഷം രൂപ നൽകാനുണ്ടത്രേ. അവസാന ഘട്ടത്തിൽ വീട് പോലും പണയപ്പെടുത്തി പ്രവൃത്തി പൂർത്തിയാക്കാൻ ശ്രമിച്ച കരാറുകാരന്റെ വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ ഭർത്താവ് ഇതിൽ കോൺട്രാക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായതാണ്. ഇത്രയും വർഷമായിട്ട് പൈസ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. അദ്ദേഹം മരണപ്പെട്ട് വീട് ജപ്തിക്ക് പോയിട്ടുള്ളത്. വിളിച്ച് പറഞ്ഞാലും തരാമെന്ന് ഒന്നുള്ള ഒരു റെസ്പോൺസും ഇല്ല. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭർത്താവില്ല. എഗ്രിമെൻ്റ് എഴുത്തുന്ന 1 വർഷം കഴിഞ്ഞ്, അതിൻ്റെയും ഡേറ്റ് കഴിഞ്ഞ്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അതും അങ്ങനെ പറഞ്ഞു, എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റും കഴിഞ്ഞ്. ഇന്നും പ്രതീക്ഷയോടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇതിലുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും അവസ്ഥയിലാണ് നമുക്കെല്ലാം ഉള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ ജോലി ചെയ്തിട്ടും വർക്കിൻ്റെ പൈസ കിട്ടുന്നില്ല. ജോലി ചെയ്തിട്ടും അത് അനുഭവിക്കാനുണ്ടായില്ല. ഇത്രയും വർഷം പിന്നാലെ പോയി തരും എന്ന് പറയല്ലാണ്ട് തന്നില്ല. അവർ മരണപ്പെടുകയും ചെയ്ത്. പെട്ടെന്ന് അറ്റാക്ക്. ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് അറ്റാക്കും വന്നത്. PKC സുലൈമാന്റെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന് മുന്നിലും സർഗോൺ കൺവെൻഷൻ സെന്ററിന് മുന്നിലും പണം ലഭിക്കാനുള്ളവർ പ്ലക്കാർഡുകളുമായി ഏറെ നേരം പ്രതിഷേധിച്ചു. എഴുതി നൽകിയ കരാർ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.